പ്രതിച്ഛായ അത്യാവശ്യം നല്ലൊരു സിനിമയെ കുറച്ച് അധോലോകമൊക്കെ കുത്തിക്കയറ്റി ഒന്ന് വെറുപ്പിച്ചെടുത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സംവിധായകൻ്റെ മുമ്പുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പം ഇത് സൂപ്പർ സിനിമയാണ്. ഇതിനകത്ത് വില്ലനായിട്ട് വന്ന ഷറഫുദ്ദീൻ നല്ല വില്ലനായിട്ട്, നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു വില്ലനായിട്ട് തോന്നും. പക്ഷെ ഒരു കാര്യവും ഇല്ല, ചുമ്മാ ഇങ്ങനെ വരും, കുറച്ച് മാസ് BGM ഇടും, കുറച്ച് പേരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കും. ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു സംഭവം. നിവിൻ പോളിയെ വെച്ച് നോക്കുമ്പോൾ നിവിൻ പോളി നല്ല കിടിലം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിവിൻ പോളിക്ക് ചേരുന്ന ഒരു റോളായിട്ട് എനിക്ക് തോന്നിയില്ല, എനിക്ക് മാത്രം തോന്നിയില്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കഥ അതുപോലെ അല്ലാതെ എന്നാൽ അതുപോലെ ഒക്കെ എടുത്തു വെച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കയറ്റി ഇത് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെറുപ്പിയിരുന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല സിനിമയാണ്, പക്ഷെ ഒരു മാസ് ഇമ്പാക്റ്റോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ റിവ്യൂ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ കുറേ അമ്മമാർ ഞാൻ LDF ആണെന്നൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രോ, സീരിയസ്ലി നമ്മൾ സിനിമ കാണാൻ വേണ്ടിയാണ്, അല്ലാതെ പാർട്ടി വെച്ച് നമ്മൾ സിനിമ കാണേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സിനിമയായിട്ടാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം, അല്ലാതെ പാർട്ടി വെച്ചിട്ടൊന്നും അല്ല പടം കാണേണ്ടത്. അതാദ്യം മനസ്സിലാക്കി. ഈ സിനിമ എനിക്കൊരു ആവറേജായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. എനിക്കൊരു ഇമ്പാക്റ്റ് തിയേറ്ററിൽ നിന്ന് ഈ സിനിമയ്ക്ക് കിട്ടിയതേ ഇല്ല. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം, ഈ സിനിമ ഒരു മോശം സിനിമയല്ല. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷന് ഈ സിനിമ ഒട്ടും വന്നിട്ടില്ല. നിവിൻ പോളി ഇങ്ങനെ ട്രാക്ക് മാറ്റാതെ ആ കോമഡി ജനറിൽ തന്നെ നിൽക്കുവാണെങ്കിൽ പുള്ളി വേറെ ലെവലാണ്. എൻ്റർടൈൻമെൻറ്റ് സോണാണ് പുള്ളിക്ക് ഏറ്റവും കിടിലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും.